ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നെത്തോലി പീര വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കിലോ നെത്തോലി ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ്. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കിട്ടിയാൽ മതി. നല്ല ഇതുപോലെ തന്നെ ഇരിക്കണം. ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുപ്പത്തേക്ക് ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന നേരത്തെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും ഒരു സവാളയുടെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഒരുപാട് ബ്രൗൺ നിറമായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പച്ച ചെവ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ദാണ്ടെ ഈ ഒരു സമയത്ത് നമുക്കിനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ അരപ്പ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഈ എണ്ണയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുള്ളോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഞാനിവിടെ പുളിക്ക് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അടമാങ്ങയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു മണവും ടേസ്റ്റും അതിന് കൂടുതലാണ്. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അടമാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അരപ്പൊന്ന് മീനിൽ പിടിച്ച് കിട്ടണം. ഈ ഒരു സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എല്ലാ ഭാഗവും ഇതുപോലെ അങ്ങ് സ്പൂൺ വെച്ചിട്ട് ഒതുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുത്തോളൂ. അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ആ മീനിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ചിലപ്പോൾ തീ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടിയിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ദാണ്ടെ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ പീര ദാണ്ടെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു അടമാങ്ങയുടെയൊക്കെ ആ ഒരു മണമുണ്ടല്ലോ, അത് നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കേ, ബൈ.